നമ്മുടെ അയൽ സംസ്ഥാനമായ ബംഗ്ലാദേശിൽ എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ബംഗ്ലാദേശ് ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള ഒരു പ്രക്ഷോഭമാണ് ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ജയിലുകളെല്ലാം ഈ പ്രക്ഷോഭകരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇതിനുള്ള ഒരു കാരണം എന്താണ്? ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ബംഗ്ലാദേശിന്റെ നിലവിലെ സാഹചര്യവും അതുപോലെ തന്നെ അവിടെ നടക്കുന്ന പ്രശ്നങ്ങളുടെ കാരണവുമാണ്. വീഡിയോ കാണുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഞാൻ സ്വാതിശ്രീ കെ. Let us talk about everything. Welcome back to Talk Space. ബംഗ്ലാദേശിലെ നിലവിലെ പ്രശ്നം അറിയുന്നതിന് മുമ്പ് ഈ ബംഗ്ലാദേശ് എന്ന രാജ്യത്തെ കുറിച്ച് നമുക്ക് ഒന്ന് അറിഞ്ഞിരിക്കണം. ബംഗ്ലാദേശ് എന്ന രാജ്യം ആ ഒരു രാജ്യത്തിന്റെ വടക്കും കിഴക്കും പടിഞ്ഞാറുമായിട്ട് ഇന്ത്യയുമായിട്ടാണ് അതിർത്തി പങ്കിടുന്നത്. ബംഗ്ലാദേശ് എന്ന രാജ്യം 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ പാകിസ്ഥാനെ നിഷ്കരണം പരാജയപ്പെടുത്തിയ ഇന്ത്യൻ സൈന്യമാണ് ഈ ബംഗ്ലാദേശിനെ സ്വതന്ത്രമാക്കിയത്. ഏകദേശം 90% ഇസ്ലാമിക രാജ്യമാണ് ബംഗ്ലാദേശ്. അവിടെ നിലനിൽക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് പാർലമെന്ററി ജനാധിപത്യ സംവിധാനം തന്നെയാണ്. ബംഗ്ലാദേശ് ഒരു ഡെവലപ്പിംഗ് ആയിട്ടുള്ള ഒരു നേഷനാണ്. പക്ഷെ വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ഈ ബംഗ്ലാദേശ്. ലോകത്ത് തന്നെ 8ാം സ്ഥാനത്താണ് ബംഗ്ലാദേശിന്റെ പോപ്പുലേഷൻ. പക്ഷേ ജനങ്ങൾ തിങ്ങിപ്പാത്ത് ജീവിക്കുന്നതിനാൽ സാമ്പത്തികമായിട്ടും വലിയ രീതിയിലുള്ള പ്രതിസന്ധി ആ ഒരു രാജ്യം അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ ബംഗാൾ കടുവകളെ കുറിച്ച്. അപ്പൊ ലോകത്തെ തന്നെ പ്രശസ്തമാണ് ഈ പറയുന്ന കടുവകളെല്ലാം. കടുവകൾ മാത്രമല്ല അവിടെയുള്ള പുള്ളിമാനുകളും മറ്റു ജീവജാലങ്ങളും എല്ലാം കൊണ്ടും സമൃദ്ധമായുള്ള ഒരു രാജ്യമാണ് ഈ പറയുന്ന ബംഗ്ലാദേശ്. എങ്കിലും ടൂറിസം വികസനം കാര്യമായിട്ട് അവിടെ നോക്കാത്തതിനാൽ തന്നെ ടൂറിസം കൊണ്ടുള്ള സാമ്പത്തിക വരുമാനമൊന്നും ആ രാജ്യത്തിനില്ല. വലിയ രീതിയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു രാജ്യമാണ് ഈ ബംഗ്ലാദേശ്. അതിനാൽ തന്നെ ഈ വേശ്യാവൃത്തിയും ലൈംഗിക ചൂഷണങ്ങളും ആ രാജ്യത്ത് ധാരാളമായിട്ട് നടക്കുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ സ്ത്രീ ശരീരം കച്ചവടത്തിന് വിൽക്കുന്ന ഒരു രാജ്യമാണ് ഈ പറഞ്ഞത് ബംഗ്ലാദേശ്. അതായത് അത്രത്തോളം ദാരിദ്ര്യം നേരിടുന്ന ഒരു രാജ്യം. ഇത്തരത്തിലുള്ള വേശ്യാവൃത്തി അവിടെ നിയമപരമായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ് എന്നുള്ളതാണ് അവിടെ അത്ഭുതകരമായിട്ടുള്ള കാര്യം. സർക്കാർ തലത്തിൽ ധാരാളം അഴിമതികൾ നിലനിൽക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ബംഗ്ലാദേശ്. ഇവിടെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ശക്തമായ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ അലയടിക്കുന്നത്. 100-ലധികം പേരാണ് ഇതിനകം കൊല്ലപ്പെട്ടിട്ടുള്ളത് ധാക്കയിൽ. 2500 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇതിനെ പ്രതിരോധിക്കാൻ അവിടുത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിൽ സർക്കാർ സൈന്യത്തെ വിന്യസിക്കുകയും അതുപോലെ തന്നെ രാജ്യത്തെ ഇന്റർനെറ്റ് സേവനങ്ങളെല്ലാം വിച്ഛേദിക്കുകയൊക്കെ ചെയ്തു. ബംഗ്ലാദേശിലെ സർക്കാർ ജോലികളിൽ സംവരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു സംവരണത്തിന് എതിരായിട്ടാണ് ഇപ്പൊ പ്രക്ഷോഭമൊക്കെ നടക്കുന്നത്. അതായത് 55% സംവരണമാണ് നൽകിയിരിക്കുന്നത്. അതിൽ 30% 1971 ബംഗ്ലാദേശ് വിമോചന സമരത്തിൽ പങ്കെടുത്ത സ്വതന്ത്ര സമര ഭടന്മാരുടെ മക്കൾക്കും അല്ലെങ്കിൽ അവരുടെ പേരക്കുട്ടികൾക്കും അവരുടെ തലമുറയ്ക്കൊക്കെയാണ് ഈ ഒരു സംവരണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു 30% സംവരണമാണ് പ്രശ്നങ്ങളിലേക്ക് ചെന്നെത്തിച്ചത്. ഈ 55% സംവരണത്തിന് പോകുമ്പോൾ ബാക്കി 45% പേർ സാധാരണ ജനതയാണ്. തൊഴിലില്ലായ്മയാണ് നമുക്ക് അറിയാം ഈ ബംഗ്ലാദേശ് നേരിടുന്ന പ്രധാന ഒരു പ്രശ്നം. 3 കോടിയോളം, അതായത് 11 കോടി ജനങ്ങളിൽ 3 കോടിയോളം ജനങ്ങൾ തൊഴിൽ രഹിതരാണ് ബംഗ്ലാദേശിൽ. അവിടെയാണ് രാജ്യത്ത് നിന്ന് നീക്കം ചെയ്ത തൊഴിൽ നിയമങ്ങൾ വീണ്ടും കൊണ്ടുവരാൻ സർക്കാർ ശ്രമം നടത്തുന്നത്. ഇപ്പൊ 2018 ഈ ഒരു നിയമം പ്രപ്പോസ് ചെയ്യപ്പെട്ടതായിരുന്നു. അന്ന് വലിയ രീതിയിൽ വിദ്യാർത്ഥി പ്രക്ഷോഭമൊക്കെ ഉണ്ടായിരുന്നു. ഇന്നത്തെ പോലെ അല്ലാതെ ഒരു ചെറിയൊരു രീതിയിൽ പ്രക്ഷോഭമൊക്കെ ഉണ്ടായി. അന്ന് ഈ നിയമം ഷെയ്ഖ് ഹസീന മരവിപ്പിച്ചിരുന്നു. ആ മരവിപ്പിച്ച അതേ നിയമം ഇന്ന് കോടതി നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഇപ്പോഴുള്ള പ്രക്ഷോഭവും കലാപവും ഉണ്ടായിട്ടുള്ളത്. ഷെയ്ഖ് ഹസീന അധികാരത്തിൽ വന്നതിന് ശേഷം ഇതൊരു ഏകാധിപത്യ ഭരണമായിട്ട് ഏകദേശം മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതായത് ബംഗ്ലാദേശിലെ പ്രതിപക്ഷത്തുണ്ടായിരുന്ന 2 പ്രധാന പാർട്ടികളെ, അതിലെ തന്നെ പല നേതാക്കളെയും ഈ ഷെയ്ഖ് ഹസീന വന്നതിന് ശേഷം ജയിലിൽ അടയ്ക്കപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ ഈ ജമാഅത്ത് ഇസ്ലാം എന്ന ഈ ഒരു പാർട്ടിയെ ഭീകര സംഘടനയായിട്ട് കണ്ട് അതിനെ ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തുകയും ഇല്ലാതാക്കുകയും ചെയ്തു. അതായത് പ്രതിപക്ഷത്തെയും മാധ്യമങ്ങളെയും ഉന്മൂലനം ചെയ്യുന്ന തരത്തിൽ ഷെയ്ഖ് ഹസീനയുടെ ഭരണം നടന്നിരുന്നത്.
ഇലക്ഷൻ അട്ടിമറിച്ചിട്ടൊക്കെയാണ് ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗ് ഭരണം പിടിച്ചെടുത്തതെന്നൊക്കെ ഉള്ള വാർത്തകളും റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. അതായത് എതിരെ മത്സരിക്കാൻ പോലും ആരുമില്ല. ഇപ്പൊ സ്വതന്ത്ര സ്ഥാനാർത്ഥികളോട് മത്സരിച്ചത്, പക്ഷെ അതുപോലും അവാമി ലീഗാണ് കൊണ്ടുവന്നിട്ടുള്ളത്. തികച്ചും ഏകാധിപത്യമായിട്ടുള്ള ഒരു ഭരണമാണ് ബംഗ്ലാദേശിൽ നടക്കുന്നത്. ഇതെല്ലാം ആണെങ്കിലും അവിടുത്തെ ഗവൺമെന്റ് ആരോപിക്കുന്ന എന്താണ്, സർക്കാർ പ്രക്ഷോഭകരുടെ കൂടെയാണെന്നുള്ളതാണ്. ഈ ഒരു നിയമം പൂർണ്ണമായി ഫ്രീസ് ചെയ്യാൻ കോടതിയിലേക്ക് അപ്പീലൊക്കെ പോയിട്ടുണ്ട്. ഈ 30% കോട്ട സംവരണം എന്ന് നിർത്തലാക്കിയക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എങ്കിൽ മാത്രമേ ഇത് നിർത്തലാക്കിയാൽ മാത്രമേ പ്രക്ഷോഭം അവസാനിപ്പിക്കുകയുള്ളൂ. ഇപ്പോഴുള്ള അവിടുത്തെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റ് സേവനങ്ങളെല്ലാം വിച്ഛേദിക്കുകയാണ്. സ്കൂളുകൾ, കോളേജുകൾ തുടങ്ങിയ അനിശ്ചിത കാലത്തേക്ക് അടച്ചിട്ടിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇനി എന്തൊക്കെ നടന്നാലും പ്രക്ഷോഭകരുടെ ആവശ്യം അംഗീകരിക്കാതെ അവർ പിൻപോട്ടില്ല എന്നുള്ളതാണ് സത്യം. ഈ 30% വിമുക്ത ഭടന്മാരുടെ മക്കൾക്ക് നൽകുന്ന ഈ ഒരു കോട്ട പിൻവലിക്കുക മാത്രമല്ല, അത് 10% അതും അർഹിക്കുന്നവർക്ക് മാത്രം നൽകാവൂ എന്നാണ് പ്രക്ഷോഭകരുടെ വാദം. എന്തായാലും വരും നാളുകളിൽ ബംഗ്ലാദേശിൽ എന്താകും സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.